ഒരു 10-20 വർഷം താമസിച്ചിട്ടുണ്ടായിരുന്നു. Right. അപ്പോ അതുകൊണ്ട് അവിടെയും ഇവിടെയും ആയിട്ടാണ്. യൂഷ്വലി നാട്ടിലേക്ക് പോകാനാണ് പതിവ്. ഓണായാലും നാട്ടിലേക്ക് പോകും. ഇവിടെ എല്ലാവരും ചെയ്യുന്നൊരു പതിവായിരുന്നു. എന്റെ അമ്മയും അതൊക്കെ തന്നെയായിരുന്നു ചെയ്യണ്ടായിരുന്നത്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ കിട്ടുമായിരുന്നു. മെത്തോളജിയിലെ എല്ലാം ഡയറക്ടേഴ്സ് എല്ലാവരും സ്ത്രീകളായിരുന്നു. ആൻഡ് സോ ദേ വാണ്ടഡ് ടു മേക്ക് വൺ ഓൺ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ്. അതായിരുന്നു ഞങ്ങളുടെ ബ്രീഫ്. ഒരു തരം റിഫ്രഷറാണ്. അതിൻ്റെ ഉള്ളിൽ എപ്പോഴും പറയാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യത്തിന് തന്നെയാണ് ജീവിച്ചത്. പക്ഷെ ഇപ്പോൾ ഫോർമലി ലിവിംഗ് ഇൻ 2 parts of the same house. His first question to Aju is, ദിവ്യയ്ക്ക് അറിയോ എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു പടം എടുക്കണം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ആരോടാ ചോദിക്കേണ്ടത്, എന്താ ചോദിക്കേണ്ടത് ഒന്നും അറിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. നമസ്കാരം. A very happy Onam to all our Madhuragitham viewers. This is RJ Vidyashankar. Madhuragitham ആരംഭിച്ചിട്ട് 20 വർഷത്തെ സേവന പാരമ്പര്യം കഴിയുന്നു. ഈ ഓണത്തിന് ഒരു സ്പെഷ്യൽ അഭിമുഖവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഐ എം വെരി വെരി ഹാപ്പി, എക്സൈറ്റഡ് ആൻഡ് ഓണർഡ് ടു ബി ഇന്റർവ്യൂയിങ് ദ ACE ഡയറക്ടർ അഞ്ജലി മേനൻ ഇൻ എ Madhuragitham ഓണം സ്പെഷ്യൽ. വെൽക്കം അഞ്ജലി. താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിന് നന്ദി. അയ്യോ, വളരെ സന്തോഷം. And a very very happy Onam to you. താങ്ക് യു. വിഷ് യു ഓൾ ദി സെയിം. എല്ലാവരും വളരെ നല്ല ഒരു സന്തോഷമായിട്ടുള്ള ഓണാവട്ടെ എല്ലാവരും. താങ്ക് യു. ഓണത്തിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയോണ്ടാണ് ഇപ്പൊ ഞങ്ങള് ഒരു നോർത്ത് അമേരിക്കൻ ബേസ്ഡ് മലയാളി കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു റേഡിയോ ആണ്. ആൻഡ് എനിക്ക് തോന്നുന്നു പ്രവാസികളെ കുറിച്ച് ഞങ്ങളെക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നത് അഞ്ജലിക്കാന്ന് തോന്നുന്നു. കാരണം ജനിച്ചത് ഒരു പ്രവാസി മലയാളി ആയിട്ടാണ്, പക്ഷെ പ്രവർത്തനം കൂടുതൽ കേരളത്തിലായിരുന്നു. അപ്പൊ ഈ ഒരു പ്രവാസി മലയാളി എന്നൊരു ഐഡന്റിറ്റി ഒരു അനുഗ്രഹമായിട്ടോ ഭാരമായിട്ടോ ഒക്കെ തോന്നിയിട്ടുണ്ടോ പ്രവർത്തന മേഖലയിൽ? അതൊരു അനുഗ്രഹമാണ്. ഐ തിങ്ക് ബിക്കോസ് നമ്മൾ വളരുന്ന സമയത്ത് തന്നെ ഒരുപാട് സെൻസിബിലിറ്റീസിന്റെ ഇടയിലാണല്ലോ നമ്മൾ വളരുന്നത്, അല്ലാതെ ഒരൊറ്റ കൾച്ചറിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒബ്സർവർ കപ്പാസിറ്റിയിൽ പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. ആൻഡ് ഐ തിങ്ക് ഒരു സ്റ്റോറി ടെലർ എന്ന നിലയ്ക്ക് അത് എപ്പോഴും ഗുണം ചെയ്യുള്ളൂ. സോ എന്ത് കാര്യം വരുമ്പോഴും നമുക്ക് അങ്ങനെ ഇതിന് വേറൊരു വശം ഉണ്ടാവാം, അല്ലെങ്കിൽ ഇത് ഇന്റർപ്രിറ്റ് ചെയ്യുന്ന വേറൊരു രീതി ഉണ്ടാവാം എന്നൊക്കെ അങ്ങനെ ചിന്ത പോകാൻ സാധ്യതയുണ്ട്. ഐ തിങ്ക് ദാറ്റ് കംസ് ഫ്രം അങ്ങനത്തെ ഒരു മൈഗ്രന്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റൈറ്റ്. ഒരു ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ ഐ മസ്റ്റ് സേ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നുണ്ടാവുന്ന എന്താ പറയാ, ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളോട് കുറെ അധികം എക്സ്പോഷർ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറെ അറിവില്ലായ്മകളും ഉണ്ട്. പല കാര്യങ്ങളും കണ്ടറിഞ്ഞ് പഠിച്ചു വരാൻ ഒരുപാട് സമയം എടുക്കാറുണ്ട്. അതിനോടുള്ള ഒരു നമുക്ക് പലപ്പോഴും നമ്മുടെ ഒരു വിവരക്കേട് കാരണം തന്നെ കാര്യങ്ങൾ മനസ്സിലാവാതെ പോകാനും പല ലേയേഴ്സ് ഉണ്ടാവുമല്ലോ കാര്യങ്ങൾക്ക്. അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും സമയം എടുക്കാറുണ്ട്. വശങ്ങളും ഉണ്ട്, അത് വേണം പറയാൻ. ഈ വർഷത്തെ ഓണം ദുബായിലാണോ കേരളത്തിലാണോ? ദുബായിലാണ്. ദുബായിൽ. അപ്പൊ കൂടുതൽ ഓണങ്ങൾ ചെലവഴിച്ചിട്ടുള്ളത് ദുബായിലാവും. ഓണത്തിന്റെ ഓർമ്മകൾ കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ത്യയിൽ ആക്ച്വലി ഒരു 10-20 വർഷം താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് അവിടെയും ഇവിടെയും ആയിട്ടാണ്. യൂഷ്വലി നാട്ടിലേക്ക് പോകാനാണ് പതിവ്. ഓണായാലും നാട്ടിലേക്ക് പോകും. എന്റെ അമ്മ അവിടെ ആയിരുന്നു. അപ്പോ അത്രയും കാലം ഞങ്ങൾ നാട്ടിലേക്ക് തന്നെയാ വന്നിട്ടുള്ളത് ഓണത്തിന്. പക്ഷേ ഇപ്പൊ അമ്മ എന്റെ കൂടെ ഇങ്ങടേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെയാണ് ഓണം. ശേഷമുള്ളത് എന്താ വെച്ചാൽ മോന്റെ പിറന്നാളും ഓണവും എപ്പോഴും ഒരേ ആഴ്ചയിലായിരിക്കും. ഇരട്ടി മധുരാണ്. അതെ. ഇത് ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്നത് അഞ്ജലി ഒരു പക്ഷേ ഉത്തരം പറഞ്ഞ് മടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്, പക്ഷെ ഇത് ഒഴിവാക്കാനും പറ്റില്ല. ഓണത്തിനെ കുറിച്ചുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഓർമ്മ പങ്കുവെക്കാൻ സാധിക്കും? ഓണത്തിനെ കുറിച്ച് ഒരുപാട് ഓർമ്മകളുണ്ട് ആക്ച്വലി. ബിക്കോസ് ഞങ്ങൾക്കൊക്കെ അന്നൊക്കെ വളർന്നു വരുമ്പോ ഒരു അവസരമാണ് ശരിക്കും നമ്മുടെ നാട്ടിലത്തെ കാര്യങ്ങൾ അറിയാനും എങ്ങനെയൊക്കെ അതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ശരിക്കും ഇവിടെ പൂക്കൾ പോലും കിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ഇവിടെ എല്ലാവരും ചെയ്യുന്നൊരു പതിവായിരുന്നു. എന്റെ അമ്മയും അതൊക്കെ തന്നെയായിരുന്നു ചെയ്യണ്ടായിരുന്നത്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ കിട്ടുമായിരുന്നു. അപ്പൊ അതിൽ പല കളേഴ്സും കോക്കനട്ട് അങ്ങനെയായിരുന്നു പൂക്കളം ഒരുക്കുക.
Right. because there were no flowers, ഇവിടെ ഒരു True. മരുഭൂമി കൂടി ആകുമ്പോൾ തീരെ ഒരു വിധത്തിലും അതിനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. അതെ പിന്നെ അതെ. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പൂക്കളൊക്കെ വന്നു തുടങ്ങിയത്. ഇന്നിപ്പോ ഞങ്ങൾ പൂക്കളൊക്കെ വാങ്ങി പൂവിടും. ബട്ട് വന്ന് വരുമ്പോ നമുക്ക് അങ്ങനത്തെ ഒരു അറിയില്ല എങ്ങനെയാണ് പൂക്കൾ വെച്ചിട്ട് ശരിക്കും പൂക്കളം ഇടണത് എന്നോ അതൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെയൊക്കെ ആ കാലത്ത് ഞങ്ങളുടെ അവധി എപ്പോഴും ജൂലൈ ഓഗസ്റ്റിലായിരുന്നു. അപ്പൊ Yeah. ചില വർഷങ്ങളിൽ ഓണം ഓഗസ്റ്റിൽ വരുമ്പോ അത് നാട്ടിൽ കൊണ്ടാണ് Right. Right. വലിയ ആഘോഷമായിരുന്നു. നാട്ടിൽ തന്നെ ഓണം കൊണ്ടാടാൻ പറ്റുമ്പോ അപ്പോഴാണ് ശരിക്കും ഓണം എന്താണെന്ന് നമ്മൾ അറിയണത്. Right. Right. പക്ഷെ ഇത് തന്നെ ഒരു പുതിയ ഓർമ്മയാണ്. ഇപ്പൊ ഈ പറഞ്ഞതൊരു പുതിയ പിക്ചറാണ് പെയിന്റ് ചെയ്തത്, ഈ കോക്കനട്ടിന്റെ ഇതില് പൂക്കളമിട്ട് നോക്കുക എന്നുള്ളത്. ഇത് ശരിക്കും ഞാനിപ്പോ കൂടുതൽ ഞാനൊരു അമ്മ ആയതിനു ശേഷം ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ പേരൻസ് എടുത്ത ആ ഒരു എഫേർട്ടാണ്. ആണെങ്കിലും എത്ര നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്ര മാത്രം നാട്ടിലെ പോലെ തന്നെ എവിടെയും കൊണ്ടാടണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അവരുടെ ഒരു ഡിറ്റർമിനേഷൻ കാരണമാണ് ഞങ്ങൾക്കൊക്കെ അത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഐ മസ്റ്റ് സേ എനിക്ക് വലിയൊരു ഒരു ഹാപ്പി മെമ്മറി എന്തായിരുന്നു വെച്ചാല് എന്റെ അച്ഛൻ എപ്പോഴും നിർബന്ധമായിരുന്നു വീട്ടിൽ ഓണത്തിന് ശരിക്കും നമ്മള് ഓണം കൊണ്ടാടാത്ത ആൾക്കാരെ വിളിക്കണം എന്ന്. ആൻഡ് അപ്പൊ പലപ്പോഴും ഇറ്റ് വിൽ ബി വേറെ മതങ്ങളിലുള്ള ആൾക്കാരായിരിക്കും, വേറെ കൾച്ചേഴ്സിലുള്ള ആൾക്കാരായിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോ അവര് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, എന്തെങ്കിലും വല്ല സിറ്റുവേഷൻ കാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കൂട്ടം ആൾക്കാരായിരിക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടാവുക. ആൻഡ് ദാറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ ബിക്കോസ് അച്ഛൻ്റെ ഒരു തോട്ട് എപ്പോഴും നമുക്ക് നമ്മുടെ ഒരു കൾച്ചർ പങ്കുവെക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പൊ അങ്ങനെ വേണം നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ എന്നുള്ളൊരു കാര്യമായിരുന്നു. സോ ദാറ്റ്സ് റിയലി സ്പെഷ്യൽ. That is true and I 100% agree with them. കാരണം ഇവിടെ കാനഡയിലും ഓണം ആഘോഷിക്കുമ്പോൾ അങ്ങനെയാണ്. നമ്മുടെ ഒരു സംസ്കാരവും ആഘോഷങ്ങളൊക്കെ ഇവിടുത്തുകാരുമായിട്ട് പങ്കുവെച്ച് അവർക്കും കൂടി അത് എത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. ഈ ഓണത്തിന് അഞ്ജലിക്ക് സന്തോഷിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. യുവർ ഷോർട്ട് ഫിലിം ബാക്ക് സ്റ്റേജ്. സോ കൺഗ്രാറ്റ്സ് ഓൺ ദാറ്റ്. കൺഗ്രാറ്റുലേഷൻസ്. ഐ എം എ ലിറ്റിൽ ലേറ്റ് കൺഗ്രാറ്റുലേറ്റിംഗ് യു, പക്ഷെ ഇപ്പോഴാണ് അവസരം കിട്ടിയത്. But it was released and it's getting a lot of great reviews. ഇപ്പൊ ബാക്ക് സ്റ്റേജിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ് ആ ഒരു കഥ, ഒരു ആന്തോളജിയുടെ ഭാഗമായിട്ട് ഈ കഥ പറയണം എന്ന് തോന്നിയത്? ബാക്ക് സ്റ്റേജിന്റെ പ്രൊഡ്യൂസേഴ്സ് ശരിക്കും RSVP റോണി സ്ക്രൂവാല പ്രൊഡക്ഷൻസ് ആണ്. ആൻഡ് അവർ ഇങ്ങോട്ടേക്ക് ആക്ച്വലി ദേ റീച്ച്ഡ് ഔട്ട് ആൻഡ് ദേ സെഡ് ഇങ്ങനെ ഒരു എന്തോളജി ഉണ്ട്. ആ സമയത്ത് ഈ എന്തോളജിയിൽ എല്ലാം ഡയറക്ടേഴ്സ് എല്ലാവരും സ്ത്രീകളായിരുന്നു. ആൻഡ് സോ ദേ വാണ്ടഡ് ടു മേക്ക് വൺ ഓൺ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ്. അതായിരുന്നു ഞങ്ങളുടെ ബ്രീഫ്. അപ്പൊ അതിന്റെ പല ഇന്റർപ്രിറ്റേഷൻസ് ആയിരുന്നു. ഞങ്ങൾ 4 ഡയറക്ടേഴ്സ് ആയിരുന്നു. അപ്പൊ ഓരോരുത്തരും അവനവന്റെ റീജിയനിലുള്ള കഥകൾ പറയാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ക്ലബ്ഡ് വിത്ത് മോർ ഫിലിംസ്, അങ്ങനെ അതൊരു വൈഡർ എന്തോളജി ആയി. പക്ഷെ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ ബ്രീഫ് ഇങ്ങനെയായിരുന്നു, ദാറ്റ് അബൌട്ട് your sort of culture and female friendships within that. Yes, it's a beautiful movie and I must say Rima Kalingala and Padma Bey, both of them have done a stellar job and of course credit to you. Yeah. No, they made it really easy because രണ്ടുപേരും അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. They're both from a certain dance background and both are people who have very strong identities, വളരെ rooted identities, I must say, be it in their performance in cinema or in dance. അപ്പൊ അങ്ങനത്തെ പെർഫോമേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കഥയിലൂടെയും നമ്മൾ അങ്ങനത്തെ ഒരു ഭരതനാട്യത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്ന ഒരു കഥയാകുമ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. ഇതെല്ലാം പഠിച്ചെടുത്തതും അവിടെ ഉണ്ടായിട്ടുള്ള ഫ്രണ്ട്ഷിപ്സും ഇപ്പൊ അവർ പെർഫോം ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസും ഇതൊക്കെ കൂടെ കയറി വന്നിട്ടുണ്ട്. സോ ഇറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ് ഹൗ ദേ ഇന്റർപ്രറ്റഡ് ഇറ്റ്. അവരുടെ ഒരു ഇൻപുട്ട് ഇതിലേക്ക് വളരെ വലുതായിരുന്നു. മസ്റ്റ് It's been a beautiful collaboration for all of us. It is, and we enjoyed the short film too. ഇപ്പൊ ഈ പറഞ്ഞ പോലെ it's part of an anthology, യുവ സ്വപ്നം കാ സഫർ. So you're collaborating with other creative people as well, other creative minds. അപ്പോ ആദ്യത്തെ ഇനീഷ്യൽ സെറ്റ് ഓഫ് മീറ്റിംഗ്സിൽ ആസ് യു സെഡ് ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിന് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് എന്നുള്ളൊരു തീം ഉണ്ട്. അപ്പൊ ഈ തീമൊക്കെ ഒരു സിനർജി ഈ കഥകളിലൊക്കെ വേണം എന്നൊരു ക്രിയേറ്റീവ് ബൗണ്ടറി ഉണ്ടോ, അതോ ആർ യു ലെറ്റ് ഫ്രീ ടു ഡു വാട്ട്
you I would really. have loved that actually. I would have loved to sort of interact with the other makers and then, and then create something. പക്ഷെ അങ്ങനെ ഒരു രീതി ആയിരുന്നില്ല. Okay. ഇതിൽ ഞങ്ങൾ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. പ്രൊഡ്യൂസർ വാസ് ബ്രീഫിംഗ് എവറിബഡി. പിന്നെ ഓഫ് കോഴ്സ് whoever's friendly with us or whoever's known to us, we would reach out and exchange notes. അതുണ്ടായിരുന്നു. പക്ഷെ അതല്ലാത്ത ഒരു തരം ക്രിയേറ്റീവ് സിനർജി അതിലേക്ക് സ്പേസ് ഉണ്ടായിരുന്നില്ല. Right. That would have been lovely. അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ വലിയൊരു നല്ല രസമായിട്ട് വന്നേനെ. Right. But I think എല്ലാവരുടെയും വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈവൻ അതിന്റെ എക്സിക്യൂഷൻ ആണെങ്കിലും അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും അവസാനം അത് വന്നതും എല്ലാം അങ്ങനെ വളരെ ഇൻഡിവിജ്വൽ പീസസ് ആയിട്ട് തന്നെയായിരുന്നു. ഓക്കെ ഓക്കെ. പക്ഷെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. ഇത് there's some kind of telepathy, or as you said, exchanging the notes, all of that worked. I'm glad to hear that because I was sitting inside. It's difficult for us to tell. True. ഇപ്പൊ പണ്ട് ഞങ്ങൾ കേരള കഫേ ചെയ്ത സമയത്ത് ഇങ്ങനത്തെ ക്രിയേറ്റീവ് സിനർജി കുറച്ചുണ്ടായിരുന്നു. ബിക്കോസ് ഇതിന്റെ ഒക്കെ ഒരു റൂട്ട് ഇങ്ങനെ ഒരു റെയിൽവേ കാഫറ്റേറിയ ആയിരുന്നല്ലോ. എന്നിട്ട് എല്ലാവരും ഒരു സീൻ ഷൂട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കര രസമായിരുന്നു അങ്ങനെ വർക്ക് ചെയ്യാൻ. This did not have that, but I hope thematically it came through. It did come through. But speaking of Kerala Cafe, so from Kerala Cafe to Backstage എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടയിൽ you're probably one of those directors who has released and told her stories through all mediums possible. ഇപ്പൊ ഷോർട്ട് ഫിലിം ആവട്ടെ, യൂട്യൂബ് ആവട്ടെ, big screen like movies like Bangalore Days, blockbusters, and then now the anthology spectrum. അപ്പൊ ഇങ്ങനെ ഒരു ഫുൾ സ്പെക്ട്രത്തിൽ കഥ പറയുമ്പോൾ when a story comes to you, ഒരു seed germinate ആവുമ്പോൾ, at what point do you decide, okay, this story I want to say through this medium? ഇത് ബിഗ് സ്ക്രീനിൽ വരണം, ഇത് OTT-ൽ വരണം. To be honest with you, it excites me very much. ഇതിൽ പല ഫോമാറ്റ്സിലും വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ബിക്കോസ് ഓരോ ഫോമാറ്റിനും അതിൻ്റെതായിട്ടുള്ളൊരു രസമുണ്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴേ. And it is a check on whether we can tell stories within this much time. I actually admire ad filmmakers who can tell their story in 30 seconds. I mean, നീ വെച്ചിട്ട് വേണം അങ്ങനെ ഒരു കഥ പറയാൻ. എന്നിട്ടും they move us. So that's beautiful storytelling. അത് ഭയങ്കര ഡിസിപ്ലിൻ ഉണ്ടെങ്കിലേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പലപ്പോഴും feature is the grandest of all of it. Theatrical feature is what we all tend to go towards. പക്ഷേ ഷോർട്ട് ഫിലിംസ് ആകുമ്പോൾ നമ്മുടെ ഒരു തരം റിഫ്രഷറാണ്. അതിൻ്റെ ഉള്ളിൽ എപ്പോഴും പറയാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യത്തിന് ഇറ്റ്സ് എ ചാലഞ്ച്. ആൻഡ് ഐ റിയലി ലൈക്ക് ദാറ്റ് ഫോമാറ്റ്. സോ അതുകൊണ്ട് എനിക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ചാൻസസ് കിട്ടുമ്പോൾ ഞാൻ ഐ ജസ്റ്റ് റിയലി പിക്ക് ഇറ്റ് അപ്പ്. ഐ റിയലി എൻജോയ് ഇറ്റ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു സോർട്ട് ഓഫ് OTT ആൻഡ് തിയേറ്റർ, ഐ തിങ്ക് ഇപ്പോഴത്തെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. സോ നോബഡി ഹാസ് ഓൾ ദി ആൻസേഴ്സ് ഫ്രാങ്ക്ലി. ആൻഡ് ഇറ്റ് സീംസ് ടു ബി ദാറ്റ് കൂടുതലും ഒരു തരം വലിയ റോൾ ഉണ്ടാക്കുന്ന സിനിമകളാണ് ഇനി കൂടുതൽ തിയേറ്ററിൽ നന്നായിട്ട് ഓടുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇഫ് ദർ ഫിലിംസ് വിച്ച് ആർ മോർ മ്യൂട്ടഡ്, എല്ലാവരും പ്രിഫർ ചെയ്യണു OTT-ൽ പോയിട്ട് കാണാം. ബിക്കോസ് ഏതായാലും ഒരു 2 months-നുള്ളിൽ OTT-ൽ വരുമല്ലോ, പിന്നെ എന്തിനാണ് തിയേറ്ററിൽ പോണേ എന്ന് ഒരുപാട് പേര് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അങ്ങനെ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വേണം. അങ്ങനെ സിനിമ കാണാൻ താല്പര്യമുള്ള ആൾക്കാരെ തിയേറ്ററിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫൻ അങ്ങനത്തെ സിനിമകളും ഒരു തരം ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സിനിമ. ഇറ്റ്സ് നോട്ട് ദ ക്വയറ്റ് ഫിലിംസ്. ഇറ്റ്സ് ആക്ച്വലി മച്ച് ബിഗർ ഫിലിംസ് വിച്ച് ആർ ആക്ച്വലി getting that. But when I say bigger, I don't necessarily mean big budgets. I mean films which have that a bigger style of telling. അങ്ങനത്തെ വിഷ്വൽ സ്പെക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്ന സിനിമ ആണെന്ന് തോന്നുന്നു തിയേറ്ററിൽ ബെറ്റർ ആയിട്ട് പോകുന്നത്. ഇത് ഞാൻ പിന്നീടൊക്കെ ചോദിക്കാൻ വെച്ചൊരു ചോദ്യമാണ്. പക്ഷെ ഐ തിങ്ക് ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ആസ്ക്. ഈ ഓളം ഉണ്ടാക്കുന്ന തിയേറ്ററിൽ ഓളം ഉണ്ടാക്കുന്ന സിനിമ കൂടുതലും നമ്മള് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് തിയേറ്റർ പൂരപ്പറമ്പാക്കി മാറ്റിയ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്യാപ്ഷൻസ് വരുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു മസാല മൂവീസ് ആർ ഡൂയിങ് റിയലി വെൽ. എപ്പോഴെങ്കിലും അഞ്ജലിക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് ഇങ്ങനെ ഒരു ലൈക്ക് പിയർ പ്രഷർ എന്ന് നമുക്ക് പറയില്ല, അങ്ങനെ ഒരു പ്രഷർ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് ഇങ്ങനെ ഒരു അടിച്ചുപൊളി തട്ടുപൊളിപ്പൻ സിനിമ ഉണ്ടാക്കണം? ടു ബി ഓണസ്റ്റ് വിത്ത് യു, മലയാളത്തില് ഈ മസാല എന്ന് ഞാൻ പറയില്ല. എന്നുവെച്ചാൽ എത്ര നല്ല പടങ്ങള് നല്ല കോണ്ടന്റില് പക്ഷെ ഭയങ്കര എന്റർടൈനിങ് ആണ്, അങ്ങനത്തെ എത്ര പടങ്ങള് വിജയിപ്പിച്ചിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ് മലയാളി ഓഡിയൻസ്. അപ്പോ
അങ്ങനത്തെ ഒരു ഓഡിയൻസിന് മുന്നിൽ നമുക്ക് എത്രയോ കൂടുതൽ റിസ്ക്സ് എടുക്കാം. So it does not necessarily have to be that traditional masala. Right. അതെല്ലാം ഗുഡ് സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിൽ ഇവിടെ ആൾക്കാർ പോയി കണ്ടിട്ടുള്ള ചരിത്രമുണ്ട് നമുക്ക്. സോ Right. ഇറ്റ്സ് about just infusing a formula, but more about being able to engage an audience actively. അത്രമാത്രം തിയേറ്ററിൽ തന്നെ എല്ലാവരും ഒപ്പം പോയിരുന്ന് കാണേണ്ട ഒരു സിനിമയാണെന്ന് അവർക്ക് തോന്നുമ്പോൾ ഡെഫിനറ്റ്ലി പോയി കാണും. As far as my thing is concerned, of course, I mean, I think every filmmaker would love to engage a live audience like that. Right. അത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ, and അങ്ങനത്തെ ഒരു റിസൾട്ട് വേണം നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ നമ്മൾ അങ്ങനത്തെ സിനിമകൾ തന്നെ ഉണ്ടാക്കണം. Right. I think that is really, it is very clear that we'll have to make more films which engage with the audience. And that does not mean ഒരേ ജാണറുള്ള ഫിലിംസ് ഉണ്ടാക്കണമെന്നൊന്നുമില്ല. അതിപ്പോൾ ഒരു ഹൊറർ ഫിലിം ആണെങ്കിലും ആവാം, ഒരു സ്ലാപ്സ്റ്റിക് കോമഡി ആണെങ്കിലും ആവാം. യു കൻ എക്സ്പ്ലോർ സോ മെനി തിങ്സ് ഈവൻ വിതിൻ ദാറ്റ്. That is true. End of the day is to make a good film which engages the audience. ഓഡിയൻസ് കൂടുതൽ പോയി കണ്ട ഫിലിം താനെ വലിയ ഹിറ്റ് ആവും. So it's about just engaging the audience. But അതാണല്ലോ ഞങ്ങളുടെ biggest challenge. Right. Yes. And speaking of all these different types of movies, at the end of the day, movie is storytelling. അപ്പൊ അതിനൊരു കഥ വേണം, തിരക്കഥ വേണം. And I might switch on the fanboy moment here. So ഞാൻ ബാംഗ്ലൂർ ഡേയ്സ് കണ്ടപ്പോ a scene that struck me and it has stayed with me is towards the very tail end where Sarah and Aju are meeting and after the bike race and all, and Aju just comes and says Ponda and Sarah says Ponda. I'm not discrediting any other writer for anything, but this scene stayed with me because that scene could have gotten dragged on with a long monologue from Aju, and then she could have been like, it can get very sob story kind, but you decided, okay, Ponda, that is enough. That tells. I have to tell you a story here. I don't think I've said this story before. പക്ഷേ എനിക്ക് ഈ പടത്തില് പല സ്ഥലത്തും ഡയലോഗ്സ് ഒന്ന് ഓർഗാനിക് ആവാൻ വേണ്ടിയിട്ട് I had a script, but I would keep rewriting the dialogue a little here, a little there, so that it stays fresh. This last scene, I knew Aju vannattu, he needs to tell Sarah how he feels about her. She needs to say that she wants to be with him. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള ഒരു സീനായിരുന്നു അത്. പക്ഷേ ഇതിൻ്റെ ഒരു നാരറ്റീവില് അത്രയും കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാ ഇനിയും അവരെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണമെന്ന് ഇറ്റ് വാസ് നോട്ട് ഫീലിംഗ് റൈറ്റ്. സോ ഐ കെപ്റ്റ് പുട്ടിങ് ഓഫ് ആ സീനിലെ ഡയലോഗ്സ് എഴുതുന്നത്. സീൻ വരുമ്പോൾ എഴുതാം എന്ന് പറഞ്ഞ് നീട്ടി വെച്ചിട്ട് അവസാനം പ്രീവിയസ് ഡേ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒന്ന് പറഞ്ഞു, അല്ല ഇതിന് ഡയലോഗ് ഇല്ല എന്ന് പറഞ്ഞു. സോ ഐ വാസ് സ്റ്റിൽ തിങ്കിങ്, ഓ മൈ ഗോഡ്, ഇത് എങ്ങനെയാണ് ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? എത്രമാത്രം ഫിലിമിൽ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കും, ബിക്കോസ് ഐ തിങ്ക് ദേ നോ ദേ ലൈക്ക് ഈച്ച് അതർ. ബട്ട് ഇപ്പൊ അതിനൊരു ഷിഫ്റ്റ് വരുന്നൊരു മൊമെന്റ് ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? സോ ഐ റാങ് അപ്പ് സംബഡി ഹു റിയലി നൈസ് റൈറ്റർ ആൻഡ് ഐ സെഡ്, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, എനിക്കിതൊന്നും വരുന്നില്ല, എന്തെങ്കിലും ഒന്നൊരു ജസ്റ്റ് പുഷ് മീ, give me something. And then he said, give me some time. And after some time I called back, he called me and he said, okay, take it down എന്ന് പറഞ്ഞിട്ട് കുറച്ച് വളരെ വാചാലമായ ഡയലോഗ്സ് ആയിരുന്നു. സോ ഞാൻ ഒരു 2 ലൈൻ എഴുതിയെടുത്തിട്ട് തന്നെ I said, അയ്യോ, he kept going on, but I didn't take it down because എന്റെ ക്യാരക്ടേഴ്സ് അത്ര സംസാരിക്കില്ല. None of my characters talk that much, അത്രമാത്രം ആരും സംസാരിക്കില്ല. So I was sure I cannot take a long dialogue. പക്ഷെ ആ ക്ലാരിറ്റി കിട്ടിയത് ആ ഒരു എക്സസൈസ് ആയിരുന്നു. So I said, oh, thank you very much, I'll figure something out എന്ന് പറഞ്ഞിട്ട് ആക്ടേഴ്സും എല്ലാവരും വന്നു കഴിഞ്ഞാൽ ആ ഒരു മൂഡ് സെറ്റ് ആയപ്പോൾ ദാറ്റ്സ് വെൻ ഐ തോട്ട് ഇതിലൊന്നും പറയേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒരു വേർഡ് മതി. ആൻഡ് ദ തിങ് ഈസ് ദാറ്റ് ഈ ഫിലിമിൽ നേരത്തെ ഒരു പകുതി വഴി വെച്ചിട്ട് സാറയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് അജു പോകുമ്പോൾ ഷീസ് ഹോൾഡിങ് ഹിസ് ഹാൻഡ് ആൻഡ് സെയിങ്, ഷീസ് സെയിങ് പോണ്ട. Oh, okay. That is the first time I held him like that. This is the scene where Sarah's mother is very harsh with Aju and he wants to leave, but she says don't go. Just before that, ആ പാർട്ടിയിൽ വെച്ചിട്ട് ഇറങ്ങി പോവാം എന്ന് വിചാരിച്ചിട്ട് ഗുഡ് ബൈ പറയാൻ പോകുമ്പോ സേർമ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് പോണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. ആൻഡ് ഹീസ് ജസ്റ്റ് ഹോൾഡിംഗ് ഓൺ ടു ഹർ ഹാൻഡ് ആൻഡ് സ്റ്റാൻഡിങ് ദേർ. Oh, beautiful. Yes. Let's use the same thing. And ഒരാൾ പറയണത് റിക്വസ്റ്റ് ആണ് പോണ്ടെന്നുള്ളത്, മറ്റേയാൾ തീരുമാനമാണ് പറയണത്. Oh, yes. It's an echo between them.
You know, Right. it's not that she should not go and explore her life or study. അങ്ങനെയല്ല. It's just that moment വിട്ടു പോകണ്ടെന്നാണ് ഈ പറയണത്. Right. അത്രമാത്രമേ ഉള്ളൂ അതിൽ. ബട്ട് ഇറ്റ്സ് that one word which has already connected them, അതിന്റെ ഒരു echo. That's what it is. It is beautiful. It has stayed with me since the time that I saw the movie in theater 2014. I'm so glad I got to speak to you about that. There are so many other scenes as well. Ustad Hotel, everything is there. But this scene is something that we constantly discuss in ഞങ്ങളുടെ വീട്ടിലായാലും. I'm very grateful that I got to speak to you and understand your thought process behind it. പലപ്പോഴും I must say, the process is such that these things happen organically. Yeah. And if somebody's telling you, yes, I thought about it and I dissected it and I did that, I would discount it because, in any film, so much happens organically. And this was one film where a whole lot did happen organically. അപ്പോൾ നമുക്ക് ആകെ ആവാൻ പറ്റുന്നത് അങ്ങനത്തെ ഒരു moments of inspiration നല്ല receptacles ആയിട്ട് ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ. Right. I think this kind of makes my next question a moot point, but let me still go ahead with that. Like, so you just told me about your writing process. Sometimes you're thinking, and shoot in the tale divasam, okay, idingane cheyana. So I've heard multiple processes of writing. Pala interviews, I've heard Lohi sir എഴുതുന്നത്, he writes scene to scene. എന്നാലേ സാറിന് എഴുതാൻ പറ്റൂ. And I've heard Srini sir എഴുതുന്നത് different ആണ്. He can write the last scene first, come back to the first scene later. Your process into writing, how much do you write on paper before you go to shoot? How much do you change during the shoot? So I write everything on paper, okay? But I may change everything on shoot. ഈ എഴുതുമ്പോ നമ്മൾ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇരുന്ന് എഴുതുകയാണല്ലോ. അപ്പൊ നമ്മുടെ ലോകം അവിടെ നമുക്ക് എന്താണ് താല്പര്യം വെച്ചാൽ അതൊക്കെയാണ് വരുന്നത്. ഇതേ കാര്യം ആവണമെന്നില്ല നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ. അത് കൂടാണ്ട് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണ കുറെ കൊളാബറേറ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ ഇൻപുട്സ് ഇതിലേക്ക് വരുമ്പോ ഐഡിയലി ഈ മെറ്റീരിയൽ ഇസ് ദ സ്പ്രിംഗ് ബോർഡ്. ഇവിടുന്ന് വേണം നമ്മൾ ടു റൈസ് ആൻഡ് ടു ബിൽഡ്. വെറും ഒരു ബ്ലൂ പ്രിന്റ് മാത്രമാണ്. വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇത് നടക്കും. നമ്മുടെ പ്രൊഡ്യൂസർക്കും ആക്ടേഴ്സിനൊക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ക്രിപ്റ്റ് അവിടെ എഴുതി വെക്കുന്നത് മിനിമം ഇതാണ് ഉണ്ടാവാൻ പോകുന്നത്. പക്ഷെ ഇതിനെക്കാട്ട് എത്രയും മടങ്ങ് ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കൊലാബറേറ്റേഴ്സ് വന്നിട്ട് അവരുടെ അടുത്തുനിന്ന് പല ചെറിയ ഇൻപുട്സ് ഉണ്ടാവും. സിമ്പിൾ തിങ്, ഒരു ലൈറ്റ് പേഴ്സൺ, ജസ്റ്റ് ഒരു ലൈറ്റിന് ഇത്തിരി ഒരു ചെറിയ ആംഗിൾ ഷിഫ്റ്റ് സീനിന്റെ ക്വാളിറ്റി തന്നെ മാറാം. So many hundreds of little things come together to make that moment. And ആ ഒരു മാജിക് ഒരു ഒറ്റയാൾക്ക് ഒരിക്കലും അത് അങ്ങനെ വാങ്ങിയെടുക്കാൻ പറ്റില്ല അതിന്റെ ക്രെഡിറ്റ്. അപ്പൊ നിൽക്കുന്ന എല്ലാവരും, അതിന്റെ പുറകെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും അതിന് റെസ്പോൺസിബിൾ ആണ്. സോ ദ സ്ക്രിപ്റ്റ് ഈസ് സംതിങ് ഫോർ മീ. പലപ്പോഴും ഐ എം സ്റ്റാൻഡിങ് ഓൺ സെറ്റ് ആൻഡ് സേയിങ്, ഹൂ റോട്ട് ദിസ് നോൺസെൻസ് എന്ന് പറയും. ഞാൻ തന്നെ എനിക്ക് എഴുതിയിട്ടുണ്ടാവുക. I'm not the writer. I'm just a very irritated director saying, ഇത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അതെന്ന് ഞാൻ തന്നെ ചിലപ്പോൾ പറയണ്ടാവും. But because I'm responding to the many things which are evolving. പലപ്പോഴും ഡയലോഗ്സ് ഒക്കെ കുറെ എഴുതി വെച്ചിട്ട് പകുതി കട്ട് ചെയ്ത് പോകും. ആ സീനിൽ ആ കോണ്ടന്റ് ഉണ്ട്, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. റൈറ്റർ ആകുമ്പോൾ അതാണ്, നമ്മളെല്ലാം എഴുതി വെക്കണം, എല്ലാം എഴുതി വെക്കുകയും ചെയ്യും. ബട്ട് ഇറ്റ് ഡസ് നോട്ട് മീൻ അത് അങ്ങനെ തന്നെ പകർത്തിയെടുക്കാൻ ആണെന്ന് ഞാൻ വിശ്വസിക്കണില്ല. കഥ പറയുമ്പോ കഥയുടെ ഒരു ഒഴുക്കിൽ കാര്യങ്ങൾ പല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ വെച്ചാൽ ബി സേ a picture is 1,000 words എന്ന് പറയുമ്പോൾ ഇവിടെ we have 24 frames. Every second has 24 pictures, right? So അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും which നമുക്ക് പറ്റുന്നതായിരിക്കില്ല. അതിന്റെ ഒരു ലെവൽ വേറെ, ഒരു മച്ച് മോർ ഇൻറ്റ്യൂട്ടീവ് ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതേപോലെ സൗണ്ട്, അതേപോലെ ഫ്രെയിം, കളേഴ്സ്, ഇതിലൊക്കെ ഉണ്ടല്ലോ. സോ ആ ഒരു വേൾഡ് ക്രിയേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ വാക്കുകൾ ചുരുക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരുപാട് നമ്മൾ അതിലേക്ക് കുത്തിക്കയറ്റാതെ ആക്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അതെല്ലാവർക്കും ഒരു ഇൻഡിക്കേഷൻ ആണ്. പെർഫോം ചെയ്യണം, ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഇതൊക്കെ ആയിരിക്കും ഫ്ലോ ഓഫ് ഇവന്റ്സ് എന്ന്. പക്ഷെ the main flow of event may be the same, but how we fashion the moment, that is direction, isn't it?
സോ ഇതേ സ്ക്രിപ്റ്റ് വേറൊരു വ്യക്തിക്ക് കൊടുത്താൽ അവർ വേറെ തന്നെ ഒരു പടം ഉണ്ടാക്കുമായിരിക്കും. വേറെ രീതിക്ക് എടുക്കും. യെസ്. ഈ എഴുതിയത് ഇപ്പൊ പറഞ്ഞു എല്ലാം എഴുതി വെക്കും, പക്ഷെ ഇത് സ്ക്രീനിൽ പകർത്തുന്നതിന്റെ ഒരു ടെക്നിക്കാണ് നേരത്തെ പറഞ്ഞത്, ലൈറ്റിങ്ങിന്. സോ മച്ച് ഇസ് ദെയർ. I have to make two references here. One, I have always found that climax of Bangalore Days very different. അങ്ങനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു ബൈക്ക് റേസും ഒരു ഫുൾ ലൈക്ക് ഇറ്റ് ഗിവ്സ് us a feel like I am watching I have never watched a bike race live, but when I am in the theater I get a feeling like I am watching a bike race live, right? Then I am thinking ഇതിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ പേപ്പറിൽ എഴുതുമ്പോൾ I was listening to an interview of director Chidambaram after he released Manumil Boys, and he said എഴുതുന്നതാണ് ഏറ്റവും ഈസി. സുഭാഷ് കുഴിയിൽ വീണു എന്ന് ഞാൻ എഴുതി വെച്ചു, ഇതിനി എങ്ങനെ എടുക്കും എന്നുള്ളതായിരുന്നു കുറേ ദിവസം. ബിക്കോസ് there is a lot of technicality behind it, infra behind it. Even the bike race, ഇപ്പൊ എഴുതുമ്പോൾ ഓക്കെ അജു was participating in a bike race. പക്ഷെ ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യും? So from paper to on screen, maybe the bike race was not the most challenging thing, but is there something that you remember from your work that was most challenging? ഇത് ഞാൻ എങ്ങനെ പേപ്പറിൽ നിന്ന് സ്ക്രീനിലേക്ക് പകർത്തുന്നു? സത്യം പറയുകയാണെങ്കിൽ ഈ ബിഗർ സ്പെക്ടക്കിൾ തിങ്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് കുറേ സഹായം കിട്ടും നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിൻ്റെ അടുത്ത്. ബിക്കോസ് ഇറ്റ്സ് എ ടെക്നിക്കൽ തിങ്, റൈറ്റ്? ഹൗ ടു സ്റ്റേജ് ഇറ്റ്, ഹൗ ടു മേക്ക് ഇറ്റ്, ഹൗ ടു എക്സിക്യൂട്ട് ഇറ്റ്. അപ്പൊ അത് കുറേ ഇൻപുട്സ് നമുക്ക് കിട്ടും. പക്ഷേ ചില സീൻസ് ഉണ്ടാവും, നമ്മളത് എഴുതി വെച്ചിട്ടുണ്ടാവും, ഇന്ന ആൾക്ക് ഇന്ന ഇമോഷൻ ഫീൽ ചെയ്തു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ബട്ട് അതിന് നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹെൽപ്പൊക്കെ ഒരു പരിധി വരെ ഉള്ളൂ. ബാക്കി കിടക്കുന്നത് ഫുൾ ഈ ആക്ടർ, ഡയറക്ടർ, എഴുതി വെച്ച മെറ്റീരിയൽ, അറ്റ് മോസ്റ്റ് എഡിറ്റർ ആൻഡ് മ്യൂസിക്. അതിൽ രണ്ടുപേര് വരുന്നത് ലേറ്ററാണ്. അപ്പൊ ആ മൊമെന്റില് ഇറ്റ്സ് ജസ്റ്റ് ബിറ്റ്വീൻ ദി ആക്ടർ ആൻഡ് യു. സോ ഐ ഫൈൻഡ് ദോസ് ആർ ദ ചാലഞ്ചിങ് വൺസ്. ബിക്കോസ് എല്ലാവരുടെയും സഹായം വെച്ചിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. ഐ ഫൈൻഡ് ഗ്രേറ്റ് ഫൺ. ആക്ച്വലി എഴുതുമ്പോഴാണ് ഭയങ്കര ബോറ്. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ എഴുതി വെച്ചു, നമ്മുടെ മനസ്സിലുള്ള ഈ കളറോ ഈ ഒരു 3 ഡയമെൻഷനോ മൾട്ടി ഡയമെൻഷനൽ ഇഫക്റ്റ് വേറെ ആർക്കും കാണാനും പറ്റില്ല ഈ എഴുത്തില്. ഹെഡ്സ് ദാറ്റ് വാവ് ഇറ്റ്സ് ഗോയിങ് ടു ലുക്ക് ലൈക്ക് ദാറ്റ് എന്നുള്ളത്. ആൻഡ് അത് ആയി വരുമ്പോൾ ഓക്കെ, എവറിബഡി ഗെറ്റ്സ് എൻ ഐഡിയ, യു ഗിവ് ദം റെഫറൻസസ്, യു ഗിവ് ദം ലോട്ട്സ് ഓഫ് തിങ്സ് ആൻഡ് ഇറ്റ് കംസ് ടു സംതിങ്. But when it's a very intimate scene, അതിൻ്റെ ഡെപ്ത് നമ്മൾ എത്രമാത്രമാണ് ആഗ്രഹിക്കുന്നതെന്ന്, it's very difficult for people to gauge that. I'll tell you, for me, Bangalore Days, one of the most difficult scenes was when Das Shiva goes to Natasha's house with the parents. അവിടെ ഒരു കോൺവെർസേഷൻ ഉണ്ട്. That was a very difficult thing. It was not an easy thing, and more than all the light, fun, wild energy scenes and all that, that was more difficult. Right. Because I think our scene editing പോലും ഞങ്ങൾ എത്ര സൂക്ഷ്മമായിട്ട് ഓരോ ചലനങ്ങളും നോക്കി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പ്രതാപ് പോത്തൻ സർ, വിനയ പ്രസാദ് മാം, അവരുടെ ഒക്കെ പെർഫോമൻസും, there was Fahad, there was Nazria, there was a dog. There was a dog. I was just about to get to that. ഇതിന്റെ ഒരു ഡെലിക്കസി ഉണ്ടല്ലോ, ഒരു I don't know what the word is, it's very gentle, it's very delicate. അപ്പോൾ വളരെ എംബ്രോയിഡറി ചെയ്യുന്ന മാതിരിയാണ് in a way, that you have to bring these things together, and these are performances, so you can't get too much help from other departments or anything. നമ്മൾ തന്നെ വേണം, you have to evoke it from them, and they have to give us. Fortunately, all of them are actors who really plunge into it, and they gave us those moments. And then while we were editing, I remember, we did it very slow, but we did it once. Right. What edit ചെയ്തിട്ടുള്ളൂ? വളരെ സ്ലോ ആയിട്ട് ഓരോ ഇതും ചെയ്ത് hardly any changes were there. Right. Because it was not that, we do many edits and make it. No. It was very gentle, emotion-led. Scenes emotion-led ആവുമ്പോൾ അതും വളരെ ഒരു weird emotion അല്ലേ അവിടെ. Because you're meeting parents whose daughter you feel guilty about, what has happened to her and how they will react. അതും അറിയില്ല. ഒന്നും നമുക്ക് അങ്ങനെ ഒരു predictable ആക്കാൻ പറ്റില്ല. So you have to take it in a certain way, and at the end of it all, it is, Divya's scene as well.
ഇതെല്ലാം ഒന്ന് ചേർന്ന് വരണമെങ്കിൽ അത് ഭയങ്കര സൂക്ഷ്മമായി ചെയ്യേണ്ട കാര്യമാണ്. Right. And I think those are the really challenging scenes. Okay. Yeah, the dialogue scene any day is not even dialogue. ഇങ്ങനെ പറയാതെ പറയുന്ന കാര്യം അതാണ് എനിക്ക് ആക്ച്വലി എപ്പോഴും ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. It is. And ഇതില് ഈ പറഞ്ഞ പോലെ I love the shot where Natasha's dog is running to Das. Right? ആ ഒരു ഷോട്ടും ഉണ്ട്. It's a moment where okay, he's back or like not he's back, പക്ഷെ അവന്റെ ആ ഒരു request for forgiveness is somewhere met എന്നുള്ളതും കൂടിയും even her puppy is coming back. So it's a full circle. I remember I said I want a round track. അതിന് ചെയ്യണം. But they were all wondering, well, what is wrong? Because I mean, it's almost like you're shooting a love scene. Yeah. You're shooting it with Das and the dog. But I mean, it is right. At the end of the day, that feeling is there. It does not always have to be a human being. Right. ഇതിലൊക്കെ എന്താ പറയുക, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഐ എം ആക്ച്വലി നോട്ട് എ റൈറ്റർ. ഐ എം ഫാർ മോർ somebody who's writing to direct. ഇത് എഴുതി വെച്ചിട്ട് അത് ഡിറക്റ്റ് ചെയ്യാൻ ഭയങ്കര ഈഗറായി നിൽക്കുന്ന ആളാണ് ഞാൻ. Right. So it's not, I don't find that it is something I really look forward to. And that's the reason I'm writing it in the first place. You get me? So Yes. for me, the direction is the most exciting part. Yeah. I loved it. പക്ഷെ എനിക്ക് ഒരു ഫോളോ അപ്പ് ചോദ്യം ഉണ്ടായിരുന്നു ഈ സീനിൽ കേട്ടോ. And this is just coming to me now because maybe I thought about it when I saw the movie. I agree Divya's in love with Das and she wants him to be happy. She gets to know about Natasha. She's pulling all stops to get this reconciliation done, right? ഇത്രയൊക്കെ ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ? Like why does Divya get so invested in Das's life? Because it could have gone the other way. She could have said, I don't want to get into this kind of a complicated man's life, right? She moves out of the house once, but she decides to come back. Ajunde kada she decides to come back. She says, okay, I'll take control of this. I'm going to get this done, right? Divya is never doing it to resolve her marriage. Mm-hmm. She's just doing it out of empathy for this guy. Okay. See, it's never that, അത് പരിഹരിച്ചിട്ട് വേണം എനിക്ക് എന്റേത് പരിഹരിക്കണം. അങ്ങനെയല്ല. Right. She realizes that he's just stuck. So she's helping him move on from that. She wants to help him get closure. Right. And by the end of it, she's just exhausted with all of it. Right. Avada, she's not expecting anything for that matter by that time. Right. She's just, because our relationship further and she's not doing anything. She actually cuts off with him. Right. they're strangers മാതിരി ഒരേ വീട്ടിൽ ജീവിക്കണു. നേരത്തെയും സ്ട്രേഞ്ചേഴ്സ് മാതിരി തന്നെയാണ് ജീവിച്ചത്. പക്ഷെ ഇപ്പോൾ ഫോർമലി they're living in two parts of the same house. അപ്പൊ ആ ഒരു സ്റ്റേജിൽ among the many things that she does for herself, most important is what she needs for herself ചെയ്തതിന് ശേഷമാണ് ദാസിന്റെ പ്രശ്നം നോക്കുന്നത്. Right. അവരുടെ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് how can she help somebody else എന്ന് നോക്കുന്നത്. Okay. So when she's ready to study, when she's finding her own way to be independent, അതൊക്കെ ദിവ്യ അവനവന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. Which she done much before. ആ സമയത്ത് വേറൊരാളെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അവനവന്റെ ജീവിതം ഫുൾ സ്റ്റോപ്പ് ആക്കി നിർത്തി വെച്ചതായിരുന്നു. And then she resented him for it. So you see, at the end of the day, what we're trying to say is that she needs to get back on her own track. Yeah. Her own life. അത് ഒരു വിധം ഒരു ട്രാക്കിൽ കയറുമ്പോഴാണ് okay, now let me help him out എന്നുള്ളത് വരുന്നത്. So Natasha is right at the end of that list. Right. Yes. Yeah, she does make a list. Yeah. Yes, she makes a list. And when she does all of this, it is actually to help him just get that closure. Right. It's nothing to do with them. It naturally is eventually going to do with them because there is an impact, right? And he's not a wooden person. He feels for her as well. Yeah. And you can feel like that. ഒരാളെ സ്നേഹിച്ചു എന്ന് വെച്ചിട്ട് വേറെ ഒരിക്കലും ഇനി വേറെ ഒരാളോട് ഫീലിംഗ് ഉണ്ടാവില്ല എന്നല്ലല്ലോ. So he does feel for them. ആ ഒരു കാലഘട്ടത്തിലും when he's observing her, when his first question to Aju is,
ദിവ്യയ്ക്ക് അറിയോ എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. അപ്പൊ അറിഞ്ഞിട്ടാണ് തിരിച്ചു വരണമെന്ന് പറയുമ്പം ദാസസ് ഹോൾ ആറ്റിറ്റ്യൂഡ് ടു ഹർ ഓൾസോ ഇസ് സിഗ്നിഫിക്കൻ്റ്ലി ചേഞ്ചിങ്. Yeah, it is. It's all, then she's not aware of that, right? She's not aware of the conversation. Yeah. She's doing it in her own way. And when they finally come together, it's of course. Love it. And before I move on to the next question, I'm not getting stuck on Bangalore days, but you have to give me like a few seconds, because as I said, this opportunity, I don't want to let it pass. Two things about Das, right? One, a couple of things that stood with me. One, where he changes all the apple juice and replaces it with like boxes and boxes of mango juice for it. He doesn't say anything, he just drinks mango juice and walks out. It is a beautiful moment that stayed, and it's part of a song. It's not even a conversation. A part in the ideal shot. Something that I loved watching on screen. And creating a mass moment. Villi bahalonu illade after the bike race where Das is going to get into the car and even Polly says, ഇദ്ദേഹമാണോ വണ്ടി ഓടിക്കുന്നത്? And he says, seat belt ഇട്ട് ഇരുന്നോളൂ. And then the scene just becomes a mass scene there, right there. Right? I just want to say thank you for those things. Thank you. I think it's a the constant flow between the audience and people who make the film until the film has become the audience's film. And It is. That happens. It is. You must have gotten an idea how many times I have watched the movie for me to remember everything, frame to frame. Love it. So 2014 Mumbai, like even from Kerala Cafe, you've been a name, you've been a brand by yourself. Ippo, Indian cinema, we are seeing more women filmmakers coming, and they're putting in their thoughts. But you started more than a decade back, right? You would have seen the shift that is happening in the narrative in Indian cinema. സ്ത്രീകൾ അവരുടെ കഥ പറയുമ്പോൾ അവരുടെ ചിന്തകൾ പങ്കുവെക്കുമ്പോൾ what do you see is the shift that has happened, and what do you see is the future for women in Indian cinema, and the future of Indian cinema with women in it having a stronger voice? I think it's part of the big change, I think it's part of the evolution. It had to happen. At some stage it had to happen, and we saw it happening in television first, where you had many more women voices and many women narratives and all of that. Film took a little more time because it has, adindadaya dynamics in the industry. But Shaipo, I think it's happening more, outside of Kerala, and slowly it's coming into Kerala as well. It's a very welcome change. Very welcome. High time. We don't have to necessarily see women as being somebody different in the industry. പക്ഷെ ഇത്രയും കുറച്ചു പേരും ഇത്രയും അവരുടെ റൈറ്റ്സ് ഒന്നും ഇല്ലാതെയൊക്കെ പ്രവർത്തിക്കുന്ന വളരെ കുറച്ചൊരു കൂട്ടം ആവുമ്പോൾ then that's when you start saying women and women, But if it is normalized, and if you have as many women as you have men, then that can be something which is celebrated. And I think it is heading in that direction. Where slowly things are getting more women friendly. And just, I think a lot of it is because there was a serious lack of awareness. And as more generations come, I think that awareness is really building in, so that really helps. And particularly നമ്മുടെ നാരറ്റീവ്സിൽ പോലും അങ്ങനെ വളരെ ഫ്രഷ് ആയിട്ടുള്ള സിനിമയാണ് ശരിക്കും നമുക്ക് മലയാളത്തിൽ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ജെൻഡർ കോമ്പണന്റും കൂടെ വന്നിട്ട് you find more, equal narratives coming. It's beautiful. But we also have a legacy of really wonderful cinema that has been made in the past. We've had such strong characters of all genders. അപ്പൊ അത്, ഓഫ് സ്ക്രീൻ ആണെങ്കിലും ഓൺ സ്ക്രീൻ ആണെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു തരം ഒരു ഈക്വൽ സ്പേസസും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും കൊടുക്കാൻ സാധിക്കണം. It's moving in that direction. The change that was really needed has already. So great. Yeah. ഇപ്പൊ എഴുത്തുണ്ട്, and then direction ഉണ്ട്, പല റെസ്പോൺസിബിലിറ്റീസ്. യു ഹാൻഡ്ലിങ് സോ മെനി റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ അതിന്റെ കൂടെ if a young filmmaker were to approach you to be mentored, അങ്ങനെ ഒരു മെന്ററിംഗ് പ്രോസസ് ഉണ്ടോ? മെന്റർ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. I know a lot of people reach out. സത്യം പറയുകയാണെങ്കിൽ കുറെ പേര് contact, and sometimes if I can try to, but എപ്പോഴും പറ്റണം എന്നില്ല.
Right. That's the, and I wish I had a parallel system. Yeah. Maybe in the future, if I can set up something, I will. But, ഇപ്പൊ അതിന് ഒരു നേരമായിട്ടില്ല. But because a lot of people really need help, and I remember very well, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പടം എടുക്കണം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ആരോടാ ചോദിക്കേണ്ടത്, എന്താ ചോദിക്കേണ്ടത് ഒന്നും അറിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. Right. Just the other day I was recollecting, I think 2006 ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചിട്ട് അന്ന് മഞ്ചാടിക്കുരു എന്നുള്ളൊരു പടം NFTC ഒരു ഫണ്ടിങ് അപ്രൂവലിന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരോടാ എന്താ ചോദിക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷെ പെട്ടെന്ന് ഞാൻ അവിടെ രേവതി ചേച്ചിയെ കാണും. അപ്പൊ ചേച്ചി വാസ് ഓൺ ദ ജൂറി ഫോർ ദ ഫിലിം ഫെസ്റ്റിവൽ. And I just literally walked to her and I requested her, can I have some time of yours? Because I'm making a film and എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. And she was so gracious. She said, come and have lunch with me. I have a lunch break, but we'll talk over lunch. So I said, great. And we went and sat together for lunch. I didn't eat any lunch because I was too busy talking and Right. But she was so sweet in sharing what happened with her, how she made her first film, what her process was, things like that, അപ്പോൾ ഒരു മെന്റോർ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കൈപിടിക്കുന്ന ഒരാളാവണമെന്നില്ല. ബട്ട് അങ്ങനത്തെ ചെറിയ ഇൻസൈറ്റ്സ് ഒരു ഷോർട്ട് ടൈമിൻ്റെ ഉള്ളിൽ കിട്ടുകയാണെങ്കിലും ദാറ്റ്സ് വെരി പ്രഷ്യസ്. ആൻഡ് ഫോർ എവറിബഡി ഹൂസ് റീച്ചിങ് ഔട്ട്, ഐ വുഡ് ജസ്റ്റ് റിയലി സജസ്റ്റ് ദാറ്റ് ഇറ്റ് ഡസന്റ് ഹാവ് ടു ബി വൺ പേഴ്സൺ ഹോൾഡിങ് യുവർ ഹാൻഡ്. Right. ഒരുപാട് പേരെടുത്ത് ഇവൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ അതിന് ഉത്തരങ്ങൾ കിട്ടണമെങ്കിൽ ദാറ്റ്സ് എ സ്റ്റെപ്പ് അഹെഡ്. True. True. അല്ലാതെ ഇറ്റ്സ് എ ലിറ്റിൽ മച്ച് ടു എക്സ്പെക്ട് ദാറ്റ് അങ്ങനത്തെ ഒരു മെന്ററിങ് നടക്കും എന്ന്. പീപ്പിൾ ഹു വർക്ക് വിത്ത് മീ, അങ്ങനെ ഞങ്ങൾ യൂഷ്വലി വെൻ വി റിക്രൂട്ട് എല്ലാ ക്രൂവിലും 2 കംപ്ലീറ്റ് ഫ്രഷേഴ്സ് ഉണ്ടാവും AD ടീമിൽ. ആൻഡ് അവരെ ശരിക്കും ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഐ എം ഏബിൾ ടു സ്പെൻഡ് ലിറ്റിൽ മോർ ടൈം ബിക്കോസ് യു വർക്ക് ലോങ്ങർ ടേം അസോസിയേഷൻ ഒക്കെ ആയതുകൊണ്ട്. അല്ലാതെ റാങ്ക് ന്യൂ കമേഴ്സ് ആകുമ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്യാറുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് ഇനഫ്. ഐ എം അവെയർ ഓഫ് ദാറ്റ് as well. Right. And ഇപ്പോൾ coming back to backstage again. Backstage is done, and now the next question, again, you would have answered this countless number of times. When can we see Anjali Menon's movie again on the big screen? അടുത്തത്. Yeah. I'm waiting for that too. But actually I'm writing 2 different things actually. അപ്പോൾ ഇത് രണ്ടും in the pipeline ആണ്. And Okay. we're in the process of putting it together. So I'm hoping next year. ഞങ്ങള് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞോട്ടെ. ലോട്ട് ഓഫ് പീപ്പിൾ ആർ വെയിറ്റിംഗ്. പ്രശ്നം 2025 തുടങ്ങിയതുള്ളൂ, അപ്പത്തേക്കും we are already in September. Yes. This is what is scary. So I'm always worried about giving out timelines. But this I'm really hopeful that hopefully next year it will be a year that you get to see something. We get to see a lot of brilliant directors transforming into actors now. Dileesh Pothan is actively acting. അങ്ങനെ കുറേ ഡയറക്ടേഴ്സ്, യെസ്, പ്രത്യേകിച്ച് മലയാളത്തില്. അപ്പൊ അഞ്ജലി മേനോനെ ഒരു അഭിനേത്രിയായിട്ട് കാണാൻ സാധിക്കും ഇല്ല? അതിനുള്ള സ്കില്ലൊന്നുമില്ല. But but we will look forward to all the stories that you have to tell us and enthrall us with the stories and films that you make for us. Thank you so much. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ഒതുക്കിയതിന്. I would love to wish everybody very happy Onam. എവിടെയാണെങ്കിലും ഫാമിലീസിന്റെ ഒക്കെ കൂടെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ വളരെ സന്തോഷമായിട്ട് എല്ലാവർക്കും നല്ലൊരു ഓണാവട്ടെ. Wish you a very happy Onam. Wish you and family a very happy Onam. Thank you. From all of us here in Canada. Thank you so much. All right. Thank you.